Hi! Hello friends! Welcome to this. ഹായ്, ഞാനാണ് കേശു. എന്റെ മുതലാളിയുടെ ആദ്യത്തെ കാറാണ് ഞാൻ. മുതലാളിക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്നെ ദിവസവും കുളിപ്പിച്ച് വൃത്തിയാക്കുമായിരുന്നു. ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളില്ല. മുതലാളിയും ഞാനും ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. മുതലാളിയുടെ മകനും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ ചെയ്ത് ആ ഫാമിലിയുമായി ഞാൻ സന്തോഷത്തിൽ ജീവിക്കുകയായിരുന്നു. പക്ഷേ മുതലാളി ഇപ്പോൾ എന്നെ ശ്രദ്ധിക്കാറ് പോലുമില്ല. വീടിന്റെ ഒരു ഒഴിഞ്ഞ മൂലയിൽ എന്നെ വെറുതെ ഇട്ടിരിക്കുകയാണ്. വർഷങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ മുതലാളിയോട് എല്ലാവരും പറഞ്ഞു, ഈ കാറ് മാറ്റി പുതിയൊരെണ്ണം വാങ്ങിക്കൂടെ എന്ന്. അങ്ങനെ മുതലാളി പുതിയൊരു കാറ് വാങ്ങി. ഞാൻ ഈ മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങി കഴിയുന്നു. അവൻ രാജകീയമായി വീട്ടിൽ വന്നു. അവനാണ് ഇപ്പോ മുതലാളിയുടെ സന്തത സഹചാരി. പിന്നെ അവനായി ആ വീട്ടിലെ രാജാവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനൊരു വാർത്ത കേട്ടു. മുതലാളിയുടെ മകന് കല്യാണമായിരിക്കുന്നു. കല്യാണത്തിന് എന്നെയായിരിക്കും കൊണ്ടുപോവുക എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പുതിയ കാറാണ് അവർ കല്യാണത്തിന് ഉപയോഗിക്കുന്നത്. അതെന്നെ ഒരുപാട് വിഷമിപ്പിച്ചു. ഞാൻ പഴയതായതുകൊണ്ടല്ലേ എന്നെ അവർ കൊണ്ടുപോകാത്തത്. പണ്ട് എത്ര ദൂരം സഞ്ചരിച്ച ആളാ ഞാൻ. അതൊക്കെ ഒരു കാലം. ഇപ്പോ പഴയതായില്ലേ. പെണ്ണുകാണൽ ചടങ്ങിന് അവർ പോയത് പുതിയ കാറിലായിരുന്നു. എല്ലാവരും സന്തോഷത്തോടു കൂടി കാറിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് കാർ എന്തിലോ ഇടിച്ച് കാർ കേടായി മുന്നോട്ട് പോകാതെ നിൽക്കുകയാണ്. മുതലാളിയും കുടുംബവും എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് മുതലാളി പറഞ്ഞത്, നമുക്ക് നമ്മുടെ പഴയ കാറിൽ കല്യാണത്തിന് പോയാലോ? വേഗം ആ കാറ് വൃത്തിയാക്കി എടുക്ക്. ഇത് കേട്ടതും ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഉടനെ തന്നെ എന്നെ കുളിപ്പിച്ച് സുന്ദരനാക്കി. ഞാൻ കല്യാണത്തിന് പോകാൻ റെഡിയായി. എന്നെ കണ്ടതും എല്ലാവരും കൈയടിച്ചിട്ട് പറഞ്ഞു, വാവ്, പഴയതിന് ഒരു പ്രത്യേക ഭംഗി തന്നെ. കല്യാണത്തിനുള്ള പ്രധാന ആകർഷണം ഞാനായിരുന്നു. മുതലാളിയോട് കുറെ പേര് ചോദിച്ചു, ഈ കാർ നിങ്ങൾ വിൽക്കുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് മുതലാളിക്ക് എന്റെ വില മനസ്സിലായത്. അങ്ങനെ കല്യാണം ഗംഭീരമായി. പാവം പുതിയ കാറ് അവനെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണിയെല്ലാം ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. പിന്നീട് മുതലാളി ഞങ്ങളെ രണ്ടുപേരെയും ഒരേപോലെയാണ് നോക്കിയത്. ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? ഓൾഡ് ഈസ് ഗോൾഡ്. പഴയതിന് എന്നും പൊന്നിന്റെ വിലയാണ്. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ?